ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിൽ കാവുംഭാഗം കൊളശ്ശേരി ബസാറിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരെയും നിട്ടൂർ ബാലത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരെയുമായി സ്ഥിതി ചെയ്യുന്ന ശാലിയ സമുദായത്തിൻ്റെ സമുദായ ക്ഷേത്രമായ അനുദിനം ഗണേശ ചൈതന്യം വർദ്ധിച്ചു വരുന്നതുമായിട്ടുള്ള നിട്ടൂർ ശ്രീ രാമനാൽ കീഴിൽ മഹാഗണപതി ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്ര പ്രതിഷ്ഠാ സങ്കല്പത്തിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. പണ്ട് വനവാസകാലത്ത് ശ്രീരാമൻ പുണ്യഭൂമിയായ പെരളശ്ശേരിയിലെത്തുകയും പെരളശ്ശേരി അമ്പല പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച് യാത്ര തുടരവേ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. യാത്രാക്ഷീണം അകറ്റുവാൻ ദാഹജലം ലഭിക്കുവാനായി തൻ്റെ ആവനാഴിയിലെ ദിവ്യാസ്ത്രം മണ്ണിലേക്ക് തൊടുത്തുവിട്ടു. ഉറവ പൊട്ടി ഭൂഗർഭജലം വെളിയിലേക്ക് പ്രവഹിച്ചു. ദാഹം തീർത്ത ശ്രീരാമൻ അവിടെ ഉണ്ടായിരുന്ന ഒരാൽത്തറയിൽ വിശ്രമിക്കുകയും ഉത്തമമായ ഒരു മുഹൂർത്തത്തിൽ ഒരു കല്ല് പ്രതിഷ്ഠിച്ച് യാത്ര തുടരുകയും ചെയ്തു. കാലം കടന്നുപോകവേ സ്ഥലവാസികളായ ജനങ്ങളെ പല വിധത്തിലുള്ള രോഗങ്ങളും ദുരിതങ്ങളും അലട്ടാൻ തുടങ്ങി. ദുരിതപൂർണമായ ജീവിതം അസഹ്യമായപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഒരു ജ്യോതിഷിയെ സമീപിച്ചു. ജ്യോത്സ്യൻ കബഡി നിരത്തി പ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ട കാര്യങ്ങൾ നാട്ടുകാരെ അറിയിച്ചു. ശ്രീരാമസ്പർശത്താൽ ഈ പ്രദേശം മുഴുവൻ പുണ്യഭൂമിയായി തീർന്നിരിക്കുന്നു. ദാഹജലത്തിനു വേണ്ടി ശ്രീരാമൻ അവിടെ ഒരു നീരുറവ സൃഷ്ടിക്കുകയും ഗണേശ ചൈതന്യ രൂപമായ ഒരു പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ജ്യോത്സ്യൻ വെളിപ്പെടുത്തി. എത്രയും പെട്ടെന്ന് അവിടെ ഒരു ക്ഷേത്രം പണിത് ഗണേശാരാധന ആരംഭിച്ചാൽ നാടിനും നാട്ടുകാർക്കും നേരിട്ടിരിക്കുന്ന എല്ലാ ദുരിതങ്ങളും അകന്നുമാറി നാട്ടിൽ സമ്പൽ സമൃദ്ധി വിളയാടുമെന്നും ജ്യോത്സ്യൻ പ്രവചിച്ചു. ജ്യോത്സ്യ പ്രവചനത്തെ ആധാരമാക്കി നാട്ടുകാർ അന്വേഷണം ആരംഭിച്ചപ്പോൾ ശ്രീരാമൻ സൃഷ്ടിച്ച ഉറവ കൊണ്ട് കണ്ടെത്തുകയും തുടർന്ന് പ്രതിഷ്ഠയും കണ്ടെത്തി. പ്രതിഷ്ഠയുടെ സ്ഥാനത്ത് ഗണപതി ക്ഷേത്രം പണിത് ഗണേശാരാധന ആരംഭിക്കുകയും ചെയ്തു. അതോടെ നാടിനെയും നാട്ടുകാരെയും ബാധിച്ചിരുന്ന എല്ലാ ദുരിതങ്ങളും അവസാനിക്കുകയും നാട് സമ്പൽ സമൃദ്ധിയിലേക്ക് ഉയർന്നു വരികയും ചെയ്തു. ഈ ക്ഷേത്രത്തിന് ദേശത്തെ 5 തറവാട്ടുകാരാണ് ക്ഷേത്ര മേലായി സ്ഥാനക്കാരായിട്ടുള്ളത്. പുതുശ്ശേരി പുതിയടത്ത്, പാട്ടറത്ത്, കൊല്ലറത്ത്, കോമത്ത്, ഈശ്വരത്ത് എന്നിവരാണ്. ഗണപതി ക്ഷേത്രങ്ങളിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി നർത്തകന്മാർ അഥവാ കോമരങ്ങളാണ് ഉണ്ടാവുക. നിട്ടൂർ ശ്രീരാമനാൽ കീഴിൽ ഗണപതി ക്ഷേത്രത്തിൽ ഒരു കാലത്ത് കോമരങ്ങളുടെ എണ്ണത്തിൽ വളരെയധികം കുറവുണ്ടാവുകയും അതുകൊണ്ട് തന്നെ ഉത്സവാവസരങ്ങളിൽ മറ്റു ഗണപതി ക്ഷേത്രങ്ങളിലെ കോമരങ്ങളെ ക്ഷണിച്ചു വരുത്തിയാണ് ചടങ്ങുകൾ ചെയ്തിരുന്നത്. എന്നാൽ മിക്കപ്പോഴും ഗണപതി ക്ഷേത്രോത്സവങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ കോമരങ്ങളുടെ കാര്യത്തിൽ ഏറെ വിഷമതകൾ നേരിടേണ്ടി വന്നു. അങ്ങനെയിരിക്കെ 1998 മണ്ഡല മഹോത്സവത്തിന് നർത്തകരെ ക്ഷണിക്കുവാൻ പോയ ക്ഷേത്ര ഭാരവാഹികൾക്ക് കടുത്ത നിരാശയാണ് നേരിടേണ്ടി വന്നത്. ഒരു നർത്തകനും ആ വർഷം വരുവാൻ സാധിക്കുമായിരുന്നില്ല. നിരാശയും മനോദുഃഖവുമായി ക്ഷേത്ര ഭാരവാഹികൾ ഒടുവിൽ കോടിയേരി കാരോർ തെരു ഗണപതി ക്ഷേത്രത്തിലെത്തി. അവിടെയും അനുഭവം മറിച്ചായിരുന്നില്ല. ഒടുവിൽ നിരാശരായ ക്ഷേത്ര ഭാരവാഹികൾ സങ്കടത്തോടുകൂടി ഗണേശന് മുന്നിൽ കൈകൂപ്പി. ഭാരവാഹികളുടെ വിഷമാവസ്ഥ മനസ്സിലാക്കിയ കാരോൾ തെരുവിലെ ഗണേശഭക്തനും അനുഭവജ്ഞാനിയുമായ ഒരു ഊരാളൻ അവർക്ക് വിഷമസന്ധി തരണം ചെയ്യുവാനുള്ള മാർഗോപദേശം നൽകി. 10 ദിവസം കുളിച്ച് വ്രതാനുഷ്ഠാനത്തോടെ ഗണേശന്റെ മുന്നിൽ കൂട്ടപ്രാർത്ഥന നടത്തുക. നിങ്ങളുടെ എല്ലാ വിഘ്നങ്ങളും ഗണേശൻ ദൂരീകരിക്കും. ഊരാളന്റെ ഉപദേശവാക്കുകളിൽ ആത്മധൈര്യം വീണ്ടെടുത്തുകൊണ്ടാണ് ഭാരവാഹികൾ കാരോൾ തെരുവിൽ നിന്നും മടങ്ങി വന്നത്. ധനു 1-ാം തീയതി വൈകുന്നേരം 6 മണി മുതൽ വ്രതാനുഷ്ഠാനത്തിൽ നിന്ന നിരവധി പേർ പാട്ടറക്കകത്ത് കയറി ശംഖനാദം മുഴക്കി കൂട്ടപ്രാർത്ഥന ആരംഭിച്ചു. ദേശത്തെ ഒട്ടുമുക്കാലും സ്ത്രീ പുരുഷന്മാരും പുറത്തു നിന്നുകൊണ്ടും പ്രാർത്ഥനയിൽ പങ്കാളികളായി. 100 കണക്കിന് കണ്ഠങ്ങളിൽ നിന്നും മനംനൊന്ത് പദം പറഞ്ഞ് പുറത്തേക്കൊഴുകിയ ഗണേശ ശരണ മന്ത്രധ്വനികളാൽ ക്ഷേത്രാന്തരീക്ഷം ഭക്തിസാന്ദ്രമായി. നിറഞ്ഞൊഴുകുന്ന വിഴികളുമായി ഭക്തജനങ്ങൾ ഗണേശാനുഗ്രഹത്തിനു വേണ്ടി തിരുനടയിൽ കൈകൂപ്പി നിന്നു. ഭക്തവത്സലനായ ഗണേശൻ അന്നു തന്നെ ഒരു നർത്തകന് അടയാളം നൽകുകയും ചെയ്തു. കൂട്ടപ്രാർത്ഥന 10 ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ വേറെ 3 നർത്തകരെ കൂടി ഗണേശൻ
ക്ഷേത്രത്തിന് നൽകി. അങ്ങനെ ക്ഷേത്രത്തിൽ ആവശ്യത്തിനുള്ള നർത്തകൾ ഉണ്ടാവുകയും ചെയ്തു. ഭക്തനെ കൈവിടാതെ നിട്ടൂർ തെരുവിലെ മഹാഗണപതിയുടെ ഒരു അനുഭവ സാക്ഷ്യം ഇതാണ്. ക്ഷേത്രത്തിൻ്റെ മുഖ്യ മേലായി സ്ഥാനം അലങ്കരിച്ചിരുന്ന പുതുശ്ശേരി പുതിയടത്ത് തറവാട്ടിലെ അന്നത്തെ കാരണവർക്ക് ഒരവസരത്തിൽ വസൂരി രോഗം പിടിപെട്ടു. തികഞ്ഞ ഒരു ഗണപതി ഭക്തനായിരുന്നു അദ്ദേഹം. വളരെ വിഷമിച്ച് ക്ഷേത്രനടയിലെത്തി അദ്ദേഹം മനംനൊന്ത് ഗണപതിയോട് പ്രാർത്ഥിച്ചു. ഭക്തന്റെ മനംനൊന്ത വിളി ഭഗവാൻ കേട്ടതുപോലെ ഗണപതിയുടെ നർത്തകൻ ഉറഞ്ഞുതുള്ളി അരുൾ ചെയ്തു, നട അടച്ചേക്കൂ, 3-ാം പക്കം കഴിഞ്ഞ് ഇനി നട തുറക്കേണ്ടതുള്ളൂ. നർത്തകന്റെ അരുളപ്പാട് കേട്ട പൂജാരി ഉടൻ തന്നെ നട വലിച്ചടച്ചു. പിറ്റേന്ന് ഉറക്കമുണർന്ന പുതുശ്ശേരി കാരണവർ അമ്പരന്നുപോയി. വസൂരി രോഗം പിടിപെട്ട ഒരു കല പോലും കാരണവരുടെ ശരീരത്തിലില്ല. 3-ാം പക്കം കഴിഞ്ഞ് നട തുറന്ന പൂജാരി ശ്രീകോവിലിൽ കയറാനാകാതെ നടുങ്ങി നിന്നു. കാരണം സഹിക്കാനാവാതെ ദുർഗന്ധം നിറഞ്ഞു നിൽക്കുകയായിരുന്നു ശ്രീകോവിലിനുള്ളിൽ. മാത്രമല്ല, വസൂരി ബാധിച്ച ഗണപതിയുടെ വിഗ്രഹത്തിൽ നിന്നും ജലവും രക്തവും ഒഴുകിയിറങ്ങുന്നുമുണ്ടായിരുന്നു. വിവരമറിഞ്ഞ് മേലായി സ്ഥാനികരും ഊരാളന്മാരും നാട്ടുകാരും ക്ഷേത്രത്തിൽ കുതിച്ചെത്തി. ആ കൂട്ടത്തിൽ പുതുശ്ശേരി പുതിയടത്ത് കാരണവരും ഉണ്ടായിരുന്നു. സംഭവം നേരിൽ കണ്ട കാരണവർ മഹാഗണപതിയുടെ മുന്നിൽ സാഷ്ടാംഗം വീണ് പൊട്ടിക്കരഞ്ഞു. പോംവഴി കണ്ടെത്താൻ എല്ലാവരും ചേർന്ന് ജ്യോത്സ്യന്റെ മുന്നിലെത്തി പ്രശ്നചിന്ത ചെയ്തു. വസൂരി പിടിപെട്ട് വിരൂപമായി തീർന്ന വിഗ്രഹമെടുത്ത് നിട്ടൂർ ചിറയിലൊഴുക്കി പുതിയ വിഗ്രഹം പുനഃപ്രതിഷ്ഠ നടത്തി പൂജാകർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഭക്തൻ മനംനൊന്ത് വിളിച്ചാൽ കേൾക്കുന്ന ഗണേശ ചൈതന്യമാണ് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് എന്നതിന് വേറെ തെളിവുകൾ എന്തിനാണ്? ശാലിയ തെരുവിനെ സംബന്ധിച്ചിടത്തോളം തെരുവിലെ എല്ലാ കർമ്മങ്ങൾക്കും അതുപോലെ ഗണപതി ക്ഷേത്രത്തിലെ എല്ലാ ഉത്സവങ്ങൾക്കും നേതൃത്വം നൽകുന്നത് അവിടുത്തെ ചെട്ടിയാൻ സ്ഥാനികരാണ്. ഇന്ന് നെട്ടൂർ തെരു ശ്രീരാമനാൽ കീഴിൽ മഹാഗണപതി ക്ഷേത്രത്തിൽ 2 ചെട്ടിയാൻ സ്ഥാനികരാണുള്ളത്. മൂത്ത ചെട്ടിയാനായി ശ്രീ പട്ടൻ രാജനും ഇളയ ചെട്ടിയാനായി ശ്രീ കാളരാമദാസനുമാണ് ഉള്ളത്. ഇവർ 2 പേരുമാണ് ഇപ്പോൾ ക്ഷേത്ര അടിയന്തര കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അമ്പഴപ്പള്ളിമന ശ്രീകുമാർ ഭട്ടതിരിപ്പാടാണ് ക്ഷേത്രം തന്ത്രി. ക്ഷേത്രത്തിൽ മഹാഗണപതിയുടെ പ്രതിപുരുഷനായി ശ്രീ പ്രമോദൻ കോമരവും പരദേവതയുടെ പ്രതിപുരുഷനായി ശ്രീ സത്യൻ കോമരവും ഗുളികൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ശ്രീ കനകരാജൻ കോമരവും കൊടുങ്ങല്ലൂരമ്മയുടെ പ്രതിപുരുഷനായി ശ്രീ രതീശൻ കോമരവുമാണ്. ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ശ്രീ മഹാഗണപതിയാണ്. കൂടാതെ ഉപദേവതകളായി പരദേവത, ഊർപ്പഴശ്ശി, അയ്യപ്പൻ, ശ്രീകൃഷ്ണൻ, ശ്രീപോർക്കലി, വനദുർഗ, അന്നപൂർണേശ്വരി, മുണ്ടയാംപറമ്പിലമ്മ, പുറംകാലൻ, ഗുളികൻ, കൊടുങ്ങല്ലൂരമ്മ, ശിവപാർവതി എന്നിവരും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തായി കുട്ടിച്ചാത്തനും കുടിയിരിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ മണ്ഡല മഹോത്സവവും വിനായക ചതുർത്ഥിയും മകരമാസത്തിലെ പ്രതിഷ്ഠാദിനവും കൂടാതെ ശിവരാത്രിയുമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രത്യേക വഴിപാടാണ് തേങ്ങമുട്ടും പകൽവിളക്കും. മണ്ഡലമാസ പൂജകൾക്കും ശിവരാത്രി മഹോത്സവത്തിനും പ്രതിഷ്ഠാദിനത്തിനും കൂടാതെ പകൽവിളക്ക് നേർച്ച വഴിപാടുകൾക്കും പ്രസാദങ്ങൾ തയ്യാറാക്കുന്നതും പൂജകൾ നടത്തുന്നതും ശാലിയ സമുദായത്തിൽപ്പെട്ടവർ തന്നെയാണ്. ഒരു നേരം എന്ന വ്രതാനുഷ്ഠാനത്തോടു കൂടിയാണ് ഇവർ പൂജകൾ ചെയ്യുന്നത്. ഒരു നേരം എന്ന വ്രതാനുഷ്ഠാനത്തിന് മുന്നോടിയായി ഉത്സവത്തിന് ഒരു ദിവസം മുന്നേ ഒരു നേരക്കാരൻ ക്ഷേത്രത്തിലെത്തി കലശം കുളിച്ച് പവിത്രത നേടി വ്രതം ആരംഭിക്കുകയാണ്. കലശം കുളിച്ചു കഴിഞ്ഞാൽ ഒരു നേരം വ്രതമെടുത്ത വ്യക്തി തെരുവിന് പുറത്തേക്ക് പോകുവാൻ പാടുള്ളതല്ല. സന്ധ്യയ്ക്ക് നമ്പൂതിരി ശ്രീകോവിലിലും കോട്ടങ്ങളിലും ദീപം കൊളുത്തിയതിനു ശേഷം ഒരു നേരക്കാരൻ തിടപ്പള്ളിയിൽ ഭക്ഷണം പാകം ചെയ്തു കഴിക്കുന്നു. പകൽ സമയങ്ങളിൽ ദാഹജലം പോലും കഴിക്കുവാൻ പാടില്ല. ഒരു നേരക്കാരൻ്റെ രാത്രിയിലുള്ള ഭക്ഷണം കഴിഞ്ഞ് കാലും മുഖവും കഴുകി ദേഹശുദ്ധി വരുത്തി പാട്ടറക്കകത്തു കയറി ശംഖുനാദം മുഴക്കി പുറത്തിറങ്ങുന്നു. പിറ്റേന്ന് കാലത്ത് കുളിച്ച് ദേഹശുദ്ധി വരുത്തി ശ്രീകോവിലിലും പാട്ടറക്കകത്തും കോട്ടങ്ങളിലും നിറദീപങ്ങൾ തെളിയിക്കുന്നു. പിന്നീട് ശ്രീകോവിലിൽ നിന്നും ഒരു തിരി കൊളുത്തി തിടപ്പള്ളിയിൽ കൊണ്ടുപോയി വിളക്ക് കൊളുത്തി വെക്കുന്നു. ഈ വിളക്കിൽ നിന്നുമാണ് തിടപ്പള്ളിയിലെ അടുപ്പിലേക്കുള്ള അഗ്നി എടുക്കുന്നത്. പിന്നീട് ഒരു നേരക്കാരൻ പ്രസാദം തയ്യാറാക്കുന്ന ശ്രമത്തിലായിരിക്കും. മേൽപ്പറഞ്ഞ ഉത്സവ ദിവസങ്ങളിലെ ദേവന്റെ ഏറ്റവും പ്രിയപ്പെട്ടതും വിശേഷവുമായ വഴിപാട് അപ്പം നിവേദ്യമാണ്. ഈ അപ്പം നിർമ്മിക്കുന്നത് ഒരു നേരക്കാരനാണ്.
ക്ഷേത്രത്തിലെ പ്രത്യേക വഴിപാടാണ് തേങ്ങമുട്ടും പകൽവിളക്കും. മുട്ടിനുള്ള തേങ്ങകൾക്ക് നർത്തകൻ ആദ്യമായി പൂജ കഴിക്കുന്നു. പിന്നീട് പാട്ടർക്കകത്തു കയറി പ്രാർത്ഥന ആരംഭിക്കുകയായി. ദേവചൈതന്യം ശരീരത്തിൽ സന്നിവേശിക്കപ്പെട്ടു കഴിഞ്ഞാൽ നർത്തകൻ തേങ്ങമുട്ട് ആരംഭിക്കുന്നു. തേങ്ങമുട്ടിന് നർത്തകനെ സഹായിക്കുന്നവരും ഒരു നേരക്കാരായിരിക്കണം. പ്രത്യേക വഴിപാടായ തേങ്ങമുട്ടും പകൽവിളക്കും കഴിക്കുന്ന ഏതൊരു ഭക്തനും ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുന്നു. ഏത് അഭീഷ്ടവും ഭഗവാൻ നിറവേറ്റി കൊടുക്കുന്നതുമായിരിക്കും. ഈ പ്രത്യേക വഴിപാടുകൾ നടത്തി അഭീഷ്ടസിദ്ധി നേടിയ നിരവധി സംഭവങ്ങൾ ഇന്നും ഭക്തജന ഹൃദയങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. മൂവായിരം കൊല്ലത്തിലേറെ പഴക്കമുള്ള ഈ മഹാഗണപതി ക്ഷേത്രത്തിന് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. തിരുവങ്ങാട് ക്ഷേത്രത്തിൻ്റെ തന്ത്രി തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെയും തന്ത്രിസ്ഥാനം അലങ്കരിക്കുന്നത്.
ക്ഷേത്രത്തിലെ ഉപദേവതകളെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ക്ഷേത്ര മതിലകത്തിന് പുറത്ത് കുട്ടിച്ചാത്തൻ കുടിയിരിക്കുന്നതായി പറഞ്ഞു. ഈ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിലേക്ക് വന്നതിന് ഒരു കഥയുണ്ട്. പണ്ട് ക്ഷേത്രസ്ഥാനികനായ ഒരു ചെട്ടിയാൻ നെയ്തെടുത്ത വസ്ത്രങ്ങൾ വിൽപ്പന നടത്തി തിരിച്ചു വരുമ്പോൾ ഒരു പുഴ കടക്കവേ പുഴയിൽ ഒരു കുട്ടി ചാടിത്തുള്ളി കളിക്കുന്നത് കണ്ടു. ആ കളി ചെട്ടിയാന് ഒരു തമാശയായി തോന്നി. കളി നന്നായിരിക്കുന്നു, വരുന്നുണ്ടെങ്കിൽ കൂടെ പോരൂ എന്ന് കളിയായി പറഞ്ഞുകൊണ്ട് ചെട്ടിയാൻ നടന്നു. വീട്ടിലെത്തി കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരുന്നു. പക്ഷേ ഭക്ഷണം കയ്യിലെടുക്കാനല്ലാതെ വായിലെത്തിക്കുവാൻ ചെട്ടിയാന് കഴിഞ്ഞില്ല. പലതവണ ശ്രമിച്ചിട്ടും ആദ്യത്തേതു തന്നെ ഫലം. ചെട്ടിയാൻ പിന്നെ സംശയിച്ചു നിന്നില്ല. നേരെ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോയി. ജ്യോതിഷി പ്രശ്നചിന്ത നടത്തി. ക്ഷണിച്ച് കൂടെ കൊണ്ടുവന്ന അതിഥിയെ പുറത്തു നിർത്തി തനിച്ച് ആഹാരം കഴിക്കുന്നത് ശരിയല്ലല്ലോ. അതിഥിയെ ആദരിച്ചിരുത്തി ഭക്ഷണം നൽകി താനും കഴിക്കുക, അതല്ലേ ആതിഥ്യ മര്യാദ. കൂടെ വന്നിരിക്കുന്നത് കുട്ടിച്ചാത്തനാണ്. ഉടനെ സ്ഥാനം നൽകി ആദരിച്ചിരുത്തി വേണ്ടത് ചെയ്യുക. ജ്യോത്സ്യൻ പറഞ്ഞത് കേട്ട് ചെട്ടിയാൻ അമ്പരന്നു. അപ്പോഴാണ് പുഴയിലെ സംഭവങ്ങൾ അയാൾക്ക് ഓർമ്മ വന്നത്. പിന്നീട് വൈകിയില്ല. കുട്ടിച്ചാത്തനെ സ്ഥാനം നൽകി ഇരുത്തി ബഹുമാനിച്ചു. അഭീഷ്ട വരദാന പ്രിയനായിട്ടാണ് കുട്ടിച്ചാത്തൻ ഇവിടെ കുടിയിരിക്കുന്നത്. അഭീഷ്ട സിദ്ധിക്ക് വേണ്ടി കുട്ടിച്ചാത്തൻ തിറകെട്ടിയാടിച്ചാൽ ഫലം സുനിശ്ചിതമാണ്. പക്ഷേ കുട്ടിച്ചാത്തൻ തിറയോടൊപ്പം ഗണപതിക്ക് പകൽവിളക്കും ചുറ്റുവിളക്കും കൂടി കഴിപ്പിച്ചെങ്കിലേ ഫലസിദ്ധി പൂർണ്ണമാവും. ഈ പ്രത്യേക വഴിപാടുകൾ കഴിപ്പിച്ച് ഫലസിദ്ധി നേടിയവരുടെയും അനുഭവങ്ങൾ നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്.